ഹായ് ഹലോ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ, പട്ടാമ്പി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക്. ഞാൻ പറയുന്നതൊന്നും ക്ലിയർ അല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനതൊക്കെ കട്ട് ചെയ്ത് വോയിസ് ഓവർ കൊടുത്തതാണ് കേട്ടോ. നല്ല മഴയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതൊന്നും ക്ലിയർ ആയില്ലേ. ഞാൻ ഇൻട്രൊഡക്ഷൻ എടുത്തതാണ് സംഭവം, പക്ഷേ അത് സൗണ്ടൊന്നും ക്ലിയർ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കർക്കിടക മാസത്തിൽ പോയത്, ഞാനിപ്പോൾ ചിങ്ങത്തിലായിരിക്കും ഇത് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ, കുറച്ച് വൈകിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയും കുറച്ച് അടുത്തുള്ള ചേച്ചിമാരൊക്കെ ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വരികയാണ് കേട്ടോ അങ്ങോട്ട്. മക്കളേനൊക്കെ സ്കൂൾ പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ വരുന്നത്. ഇന്ന് ഒരു വ്യാഴാഴ്ച ദിവസമാണ്. അപ്പോൾ ഇവിടങ്ങളിലാണെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് ഭക്ഷണം ഉണ്ടാവുക. അത് കർക്കിടകത്തിൽ മാത്രമാണ് എല്ലാ വ്യാഴാഴ്ചയുള്ളൂ, അല്ലാത്ത മാസങ്ങളിൽ മൂന്നാമത്തെ വ്യാഴാഴ്ച മാത്രമാണ് കേട്ടോ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടേക്ക് വന്ന് തൊഴാരൊക്കെ ഉണ്ട്, അന്നദാനത്തിനൊക്കെ ഇപ്പോൾ വന്നിട്ട് കുറേ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ എത്തിയപ്പോഴേക്ക് അവർ ഉള്ളിലൊക്കെ കയറി തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തൊഴുതു, എന്നിട്ട് വേഗം അന്നദാനത്തിനുള്ള ക്യൂവിൽ വന്ന് നിന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇന്ന് വർക്കിംഗ് ഡേ ഒക്കെ ആയതുകൊണ്ട് അധികം ആരും ഉണ്ടായിരിക്കില്ല എന്ന്, പക്ഷേ ഒരുപാട് ആൾക്കാർ അവിടുത്തെ അന്നദാനം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറാൻ സമയമായി. ക്യൂ ഇങ്ങനെ നീങ്ങി നീങ്ങി എടുത്തെത്താറായിട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ കയറി. ഭക്ഷണമൊക്കെ നമ്മൾ പ്ലേറ്റൊക്കെ എടുത്ത് നമ്മൾ തന്നെ വാങ്ങിച്ച് നമ്മളവിടെ പോയിരുന്നിട്ട് കഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എല്ലാം കൂടി ഒരു പ്ലേറ്റിലിട്ട് തന്നിട്ടുണ്ട്. നല്ല സൂപ്പർ സാമ്പാർ, അതുപോലെ തന്നെ കായ കൊണ്ടുള്ള നല്ലൊരു കൂട്ടുകറി, അച്ചാർ, മോര്, ഇത്രയും സംഗതികളാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. 2-3 വിഭവങ്ങളാണെങ്കിലും അതിന് നല്ല രുചി ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പ്ലേറ്റൊക്കെ കഴുകി വെച്ച് ഞങ്ങൾ നേരെ മണികണ്ഠൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. മണികണ്ഠൻ ഗുരുവായൂരിലെ ആനയാണ്. അപ്പോൾ അവനെ നല്ല കൂട്ടിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട് കേട്ടോ. ആൾ കുറച്ച് പെശകാണ് തോന്നുന്നു. നമ്മൾ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ വൈലൻ്റ് ആവും എന്നാണ് പറയുന്നത്. ആ കൂടിൻ്റെ ചെറിയ ഭാഗത്തുള്ള ആ സ്ഥലത്ത് കൂടെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അത് കൂടെ നമുക്ക് കാണാം. അപ്പോൾ അത് കൂടെ ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ട് എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങൾ ആൾക്കുണ്ട് എന്നുള്ളത്. നമ്മുടെ പട്ടാമ്പി ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നേരെ പുറകെ ഭാരതപ്പുഴ ഉണ്ട്. ഇതുണ്ട് പാലമൊക്കെ. അപ്പോൾ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ പട്ടാമ്പിക്കാർക്കൊക്കെ അറിയണ്ടായിരിക്കും, അതല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. ഇവിടെ കുളത്തിൻ്റെ അവിടെ എന്തൊക്കെയൊക്കെയോ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ദൂരെയുള്ളവരൊന്നും ഈ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ടായിരിക്കില്ല എന്നുള്ളതാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് കൃഷ്ണനെ നന്നായി കണ്ടു തൊഴാൻ കഴിയും കേട്ടോ. നമ്മൾ ഒരുപാട് സമയം നമുക്ക് ആ നടക്കിൽ നിന്ന് കൃഷ്ണനെ കണ്ട് തൊഴാനുള്ളൊരു അവസരം ഇവിടെ ഉണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ഷേത്രം. അങ്ങനെ കൃഷ്ണനെ കണ്ട് തൊഴുത് മനസ്സും വയറൊക്കെ നിറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ.